മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വിജയബേരി വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായ പെപ് ടോക്ക് അറ്റ് ക്ലാസ് റൂമിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. പക്ഷേ നമ്മളെ വിളവെടുപ്പാണ്. ബാക്കിയുള്ളവരെല്ലാരും ലഹരിയും അതും ഇതൊക്കെ പോകുമ്പോ നമ്മളെ ലഹരി ഇതാണ്. മറ്റവരൊക്കെ ലഹരി അടിച്ചാണ്ടിതാ ഉമ്മാനി പാപ്പാനി കൊല്ല. നമ്മളെ ലഹരി ഇതാണ് നമ്മളെ ലഹരി. പച്ചക്കറി കൃഷി, ഫുട്ബോള് അങ്ങനെയുള്ളതാണ് നമ്മളെ ലഹരി. നമ്മ ഇന്ന് ചെറങ്ങാണ് വിളവെടുക്കണ്ട്. ബാക്കിയുള്ളൊക്കെ നമുക്ക് വിളവെടുക്കാൻ പറ്റും. നമ്മളെ കേരളത്തിലാണ് ഇപ്പൊ MDMഉം അതുപോലെ പല മയക്കുമരുന്ന് അടിച്ചാണ്ട് ഉമ്മാനി പാപ്പാനി എല്ലാരും കൂട്ടുകുടുംബങ്ങൾ എല്ലാരും കൊല്ലാനുണ്ട്. പക്ഷെ നമ്മളങ്ങനല്ല, നമ്മളെ ലഹരി ഇതാണ് പച്ചക്കറി. ഇതാണ് ബിൻഷ എന്ന് പറഞ്ഞത്. കഴിഞ്ഞ വീഡിയോ നിങ്ങളൊക്കെ കണ്ടല്ലോ. 50 ലക്ഷം ആൾക്കാരാണ് എല്ലാ പ്ലാറ്റ്ഫോമിലും ബിൻഷാന്റെ വീഡിയോ കണ്ടത്. പക്ഷേ ഇന്ന് ഇവന്റെ ഒരു അത്ഭുതം എന്താ പറയാ അലി, എന്താ പറയാ, ഒരു ഭാഗത്ത് പശുക്കളുടെ സംഗതികള് വളർത്തുന്നു. ഇപ്പതാ കൃഷി. ഞാൻ ചോദിക്കണെന്താരോ, കൃഷി എന്തൊക്കെ കൃഷി ഉണ്ട്? കൃഷി ചെരങ്ങുണ്ട്, നമ്മളെ പയറുണ്ട്, പയർ രണ്ടായിട്ടുണ്ട്, വെണ്ട രണ്ടായിട്ടുണ്ട്, പിന്നെ ചീര, മധുരക്കിഴങ്ങ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ചോളം അവിടെ വീട്ടിലാണ്. ഇതിനൊക്കെ എങ്ങനെ സമയം കിട്ടാ? സമയം നമ്മളിങ്ങനെ എല്ലാ ടൈമും ഒപ്പിക്കൂലേ? ഇതിനായിട്ട് ഇങ്ങനെ മാറ്റി വെക്കാം നമ്മള് ടൈം. ആണല്ലേ? ഇതില് ഒരു സന്തോഷം അറിയോ? പിന്നെ കഴിഞ്ഞ വീഡിയോന്റെ ഒരുപാട് പ്രമുഖര് സ്റ്റോറി സ്റ്റാറ്റസ് ആരൊക്കെ കണ്ടിരുന്നു? ആരൊക്കെ വെച്ചോ? അനു സിത്താരൊക്കെ സ്റ്റോറി ഒരുപാട് പ്രമുഖർ വെച്ചിട്ടുണ്ട്. എന്താ സുഹൃത്തുക്കളെ, ഇവന്റെ കൃഷി നിങ്ങൾ മിസ് ചെയ്യരുത്. ഇത് സൽകീർത്തി പറഞ്ഞ വെണ്ടയാണ്. ഇത് കാർഷിക സർവകലാശാലന്റെ വിത്താണ് ഈ സൽകീർത്തി പറഞ്ഞ. ഇതിന് കളർ ഉണ്ടോ? വെള്ള കളറായി കണ്ടിലാണ് ഈ വെണ്ട. പക്ഷെ മറ്റേ വെണ്ടനെ മാറിയില്ല. മറ്റേ പച്ച കളറാണ്. ഇതൊരു വെള്ള കളർ പോലുള്ള കളറാണ്. ആണല്ലേ? മാർക്കറ്റിംഗ് എങ്ങനെയാ പറഞ്ഞത്? പച്ചക്കറി പശുവിന്റെ കഴിഞ്ഞ വർഷം പറഞ്ഞു പാലും പാലുൽപ്പന്നം. ഇതെങ്ങനെയാ? ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾ പാലെടുക്കണ എല്ലാവരും ഗ്രൂപ്പ് ഉണ്ട്, ഫ്രഷ് മിൽക്കുന്ന പേര്. അതിൽ ഞങ്ങൾ എന്താട്ടും ഇതൊക്കെ ഫോട്ടോ എടുത്ത് ഇതിനൊക്കെ കുറിച്ചുള്ള എല്ലാം പറഞ്ഞിട്ട് അവിടും. എന്നിട്ട് പച്ചക്കറി ആവശ്യമുള്ളവര് പറയാൻ വരും. അപ്പൊ അവരിങ്ങനെ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്തായാലും പാലെടുക്കാൻ പോകുമ്പോ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കും. സ്കൂളിൽ ഇപ്പൊ എത്ര ഗ്രേഡ് ഒക്കെ എങ്ങനെയുണ്ട്? സ്കൂളിൽ 2ാം സ്ഥാനാണ് കിട്ടിയിട്ടുണ്ട്. സ്കൂളിലല്ലേ? ക്ലാസ്സിലോ? 2ാം സ്ഥാനം ഉണ്ടാ? നല്ലൊരു കയ്യടി. എല്ലാവരും ഇവിടെ കുറെ ആൾക്കാരുണ്ട്. ഒന്ന് കാണിച്ചേ, ഈ ആൾക്കാരെ കാണിച്ചു കൊടുത്തേ. നല്ലൊരു കയ്യടി കൊടുക്ക. 2ാം സ്ഥാനോ? അപ്പൊ എനിക്ക് ഞാൻ അധ്യാപകൻ എന്നുള്ള ഒരു ഡൗട്ട്. പൊതുവെ ഒരു പണിയില്ലാത്ത കുട്ടികളുണ്ടാവും. ഒരു പണിയില്ലാത്തവർക്ക് ഒരു ശ്രമം ഉണ്ടാവില്ല, ഭയങ്കര മടിയായിട്ട് കിടക്കാറുണ്ട്. ഇന്ന് എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ട്. വലിയ വീടുണ്ടാവും, വലിയ കാറുണ്ടാവും, എല്ലാ ട്യൂഷനും ഉണ്ടാവും, ഓൺലൈൻ ട്യൂഷനും ഒക്കെ ഉണ്ടാവും. അപ്പൊ പക്ഷെ മാർക്ക് ചിലവർക്ക് കിട്ടാറില്ല. എന്നാ ഒരുപാട് കുട്ടികൾക്ക് നല്ല മാർക്കുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? ബാമനെ അവരോടെന്ന് പറഞ്ഞാല് നല്ല പഠിക്കുക, അതേമാതിരി കൃഷി അങ്ങനെ നമ്മൾ പഠിച്ചിങ്ങനെ ചെയ്ത് പഠിക്കണം. നമ്മള് കൃഷി അങ്ങനെ നമുക്ക് ആവശ്യം വരും. എക്സ്പീരിയൻസ് വേണം. വലുതായാലും നമുക്ക് ആവശ്യം ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് ഇങ്ങനെ പഠിക്കാം. അതാണ് എനിക്ക് പറയാനുള്ളത്. ആണല്ലേ? അല്ലെ, പഠന സീക്രട്ട് 2ാം സ്ഥാനം കിട്ടിയാൽ അതൊരു ചെറിയ കാര്യമല്ല. ഇത്രയോ വലിയ ഉത്തരവാദിത്തമുള്ള ഒരാള് സ്കൂളിൽ 2ാം സ്ഥാനം, ക്ലാസ്സിൽ 2ാം സ്ഥാനം എന്ന് പറയുമ്പോ അത് ഭയങ്കര കയ്യുണ്ടോ? നമ്മുടെ റിനൈസൻസ് യൂത്ത് മൂവ്മെന്റ് നമ്മുടെ കൂട്ടായ്മയാണ്. RYM ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയാണ്. അതിന്റെ ഒരു ചെറിയൊരു ആദരവ് നമ്മൾ ഇവന് നൽകണം. ക്ഷീരകർഷക രംഗത്ത് വിസ്മയം തീർത്ത ബിൻഷാദിന്. അപ്പൊ ബിൻഷാദിന്റെ ഈ പ്രയത്നത്തിന് അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യണല്ലോ മച്ചോ? വളരെ സന്തോഷമുണ്ട്. നമ്മള് ബിൻഷാദെ ചെറിയൊരു ക്യാഷ് അവാർഡ്